Hello guys, welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രാൻസിഷനെ കുറിച്ചാണ്. അപ്പോൾ ട്രാൻസിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, പക്ഷേ ചിലർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ട്രാൻസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ 2 വീഡിയോ എടുത്തു, എന്നിട്ട് അത് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ഇടയിൽ ആ 2 വീഡിയോൻ്റെ ഇടയിൽ നിങ്ങൾ ജസ്റ്റ് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യുന്ന എഫക്റ്റുകൾ ഉണ്ടാവും. ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് എഫക്റ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ സൂം ചെയ്ത് വന്നിട്ടുള്ള, ഷെയ്ക്ക് ചെയ്ത് വന്നിട്ടുള്ള, അങ്ങനെ പലതരം എഫക്റ്റുകൾ ഉണ്ടാവും. സോ ഇങ്ങനെ നമ്മൾ ഈ 2 വീഡിയോൻ്റെ ഇടയിൽ ആഡ് ചെയ്യുന്ന എഫക്റ്റിനെയാണ് ട്രാൻസിഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലത്തെ കുറച്ച് ട്രാൻസിഷൻ എഫക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഭയങ്കര യുണീക്കായിട്ടുള്ള, ആരും ചെയ്യാത്ത ട്രാൻസിഷൻ ഒന്നുമല്ല, വളരെ ബേസിക് ആയിട്ടുള്ള, ഏകദേശം എല്ലാ എഡിറ്റിംഗ് ആപ്പിലുള്ള ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് പോലത്തെ ട്രാൻസിഷൻ ഒക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ട്രാൻസിഷൻ ഇതാണ്. ആ ഒരു ട്രാൻസിഷൻ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു ഫ്ലെയർ പോലെ ലൈറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് പോകുന്നു. നിങ്ങൾക്ക് പല കളറിൽ ആ ഒരു ഫ്ലെയർ കൊണ്ടുവരാൻ കഴിയുന്നതാണ്. കൈൻമാസ്റ്ററൊക്കെ ഉള്ള ഒരു ഫിലിം എന്നുള്ള ട്രാൻസിഷനൊക്കെ പോലെയാണ് ഈ സംഭവം. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ സംഭവം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ടോർച്ച് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിങ്ങൾ സംഘടിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഒരു ലൈറ്റൊന്നും ഇല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ആ ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് ഒരു ഇരുട് പിടിച്ച സമയത്ത് നിങ്ങൾ ആക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൻ്റെ ലെൻസ് ഉണ്ടാവുമല്ലോ, ഈ ഒരു മെയിൻ ലെൻസാണ്. സോ ആ ഒരു ലെൻസിലേക്ക് നിങ്ങൾ ടോർച്ച് അടിക്കുക. ഞാൻ എങ്ങനെ അടിക്കാമെന്ന് നിങ്ങൾ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടാവും. സോ നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നത് ലൈറ്റൊക്കെ ഇട്ടിട്ടാണ്, പക്ഷേ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നീങ്ങുന്ന രീതിയിൽ ഒരു ലെൻസിലോട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ സോ ആ ഒരു സംഭവം കിട്ടും. അപ്പോൾ നിങ്ങൾ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് നിങ്ങളങ്ങനെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ എഫക്റ്റാണ് നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഇതാണ് ഈ രീതിയിലാണ് കിട്ടിയത്. അപ്പോൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ കളർ പല കളറിലേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ് എഡിറ്റിങ്ങിന് സമയത്ത്. സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വീഡിയോനകത്തേക്ക് ഇത് ആഡ് ചെയ്യുക, ഒരു ഓവർലേ ആയിട്ട്, ലെയറായിട്ട്. അപ്പോൾ നിങ്ങൾ VN ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങൾ 2 വീഡിയോ അതിനകത്തേക്ക് നിങ്ങൾ വേണ്ട ഏതൊക്കെ വീഡിയോ ആണോ അത് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏത് ഭാഗത്താണോ ട്രാൻസിഷൻ കൊടുക്കേണ്ടത് സോ ആ ഭാഗത്ത് നിങ്ങൾക്ക് സൈഡിലായിട്ട് പ്ലസ് ഐക്കൺ കാണാം, അത് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ ഓർ ഫോട്ടോ എന്ന് കാണാം. സോ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്യാം. ഫിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ബ്ലെൻഡിങ് എന്നൊരു ഓപ്ഷൻ താഴെ കാണാം. സോ അത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ കാണാം. സോ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് പാർട്ട് ഒഴിവാകുന്നതാണ്. സോ നിങ്ങൾ ആ ഒരു ട്രാൻസിഷൻ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കാണ് നീങ്ങുന്നത്. അപ്പോൾ അത് ഇങ്ങനെ നീങ്ങുന്ന സമയത്ത് നടുവിൽ കറക്റ്റ് സെൻറ്റർ ആകുന്ന സമയത്ത് ഒരു വൈറ്റ് ആയിട്ടേക്ക് ഉണ്ടാവും. സോ ആ ഒരു സമയത്തായിരിക്കും രണ്ടാമത്തെ വീഡിയോ പ്ലേ ആവേണ്ടത്. സോ അങ്ങനെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെയാണ് കൈൻമാസ്റ്ററിൽ ആ ഒരു വീഡിയോ ലെയർ ആയിട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം അത് ഫുൾ സ്ക്രീൻ ആക്കുക. എന്നിട്ട് ബ്ലെൻഡിങ് പോയി കഴിഞ്ഞിട്ട് സ്ക്രീൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഏകദേശം എല്ലാ ആപ്പിലും ഈ ഒരു ബ്ലെൻഡിങ് ഓപ്ഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ട്രാൻസിഷൻ. അപ്പോൾ രണ്ടാമത്തെ ട്രാൻസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് ട്രാൻസിഷനാണ്. അതായത് ഇതാണ് ആ ഒരു ട്രാൻസിഷൻ. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നമ്മുടെ കൈൻമാസ്റ്ററിലോ അല്ലെങ്കിൽ VNലോ നിങ്ങൾ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെയറായിട്ട് ഒരു വീഡിയോ ഒരു ഫോട്ടോ, ഒരു ബ്ലാക്ക് കളറിലൊരു ഫോട്ടോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നിങ്ങൾ ഇൻ ആനിമേഷൻ എന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ VNനകത്ത് നിന്ന് ഫെയ്ഡ് ഇൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിന് ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കൈൻമാസ്റ്റർ ആണെങ്കിൽ ഇൻ ആനിമേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിനകത്ത് ഫെയ്ഡ് ഇൻ എന്നിട്ടുണ്ടാവും. സോ ആ ഒരു ബ്ലാക്ക് പാർട്ട് നിങ്ങൾക്ക് ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് കൊടുക്കാൻ കഴിയുന്നതാണ്. സോ എഡിറ്റിംഗ് അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് കൊടുക്കാൻ പറ്റും. എഡിറ്റിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സോ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്യാമറ ആപ്പ് ഓപ്പൺ ആക്കാം. ക്യാമറ ആപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് അതിനകത്ത് പ്രോ മോഡ് അല്ലെങ്കിൽ എക്സ്പേർട്ട് മോഡ്, മാനുവൽ മോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു ഓപ്ഷനകത്ത് പോയി കഴിഞ്ഞാൽ വീഡിയോയും ഫോട്ടോ ഇടണം. സോ വീഡിയോ ആയിരിക്കണം, പ്രോ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടോ പ്രോ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. സോ പ്രോ വീഡിയോ ആയിരിക്കണം. ചിലപ്പോൾ ചില ഫോണിൽ ഉണ്ടാവില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ ഓപ്പൺ ക്യാമറ പോലത്തെ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നതാണ്. പ്ലേ സ്റ്റോറിൽ ഉണ്ടാവും. ഇനി നിങ്ങൾ ഐഫോണിൽ ഈ ഒരു ഓപ്ഷൻ ഇല്ല, പ്രോ ഓപ്ഷൻ. സോ ഐഫോണിലാണെങ്കിൽ അഡോ പ്രീമിയർ എന്നൊരു ഒരു ആപ്പ് ഉണ്ട്, എഡിറ്റിംഗ് ആപ്പാണ്. പക്ഷേ അതിനകത്ത് ക്യാമറ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് മാനുവലി ക്യാമറ സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ട്. സോ നിങ്ങൾ അങ്ങനെ എടുത്തു വെക്കുക. എന്നിട്ട് നിങ്ങൾ അതിനകത്ത് ഷട്ടർ സ്പീഡ് ഉണ്ടാവും. ISO നിങ്ങൾ കറക്റ്റ് ഒരു 100, നല്ല ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ 100 ആക്കി വെക്കുക. അല്ലെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് വേണ്ട രീതിയിലാക്കിയിട്ട് നിങ്ങൾ സാധാരണ നിങ്ങൾക്ക് മാനുവൽ ക്യാമറ ആപ്പിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇതിന് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ സിംബോസ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതിനെ മനസ്സിലാവുന്നതാണ്. സോ അതിനകത്ത് നിങ്ങൾ ISO നിങ്ങൾക്ക് വേണ്ട രീതിയിലാക്കുക. ഷട്ടർ സ്പീഡ് നിങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു കാണാൻ പറ്റുന്ന രീതിയിലാക്കിയെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണോ ഈ ട്രാൻസിഷൻ കൊണ്ടുവരേണ്ടത് ആ ഒരു സമയത്ത്
നിങ്ങൾ ആ ഒരു ഷട്ടർ സ്പീഡ് മെല്ലെ സ്ലോ ആയിട്ട് ഇങ്ങനെ അങ്ങ് കുറച്ച് വെക്കുക. ഞാനിപ്പോൾ വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടോ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫിൽമിക് പ്രോ ആണ്. സോ ഇതിനെക്കുറിച്ചും ഈ ആപ്പിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ആപ്പ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ, അതിനകത്ത് ഒരു പെയ്ഡ് ആപ്പാണ്, ഇതെങ്ങനെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ആയിട്ട് സിംബോക്സ് കൊടുത്തിട്ടുണ്ട്. സോ ഇതിനകത്ത് ഇങ്ങനെ മെല്ലായി കൊടുത്താൽ ഫെയ്ഡിൻ ഒരു വീഡിയോ കിട്ടും. സോ അതുപോലെ തന്നെ എനിക്ക് ഫെയ്ഡ് ഔട്ടും കൂട്ടാൻ പറ്റുന്നതാണ്. അതായത് എനിക്ക് എവിടെയാണ് വീഡിയോ എൻഡ് ചെയ്യുന്നത്, ആ വീഡിയോ എൻഡ് ചെയ്യുന്ന ഭാഗത്തു നിന്നും എല്ലാ ഷട്ടർ സ്പീഡ് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഈ പോലെ ഷട്ടർ ഈ ഒരു കിട്ടുന്ന. അപ്പോൾ നിങ്ങൾ പറയും ഇത് എഡിറ്റിംഗ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റില്ല, എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് പ്രോയിലൊക്കെ പോയിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും, പക്ഷേ ഇതുപോലെയും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാണ്. ഓക്കെ, ഇതുപോലെയും ക്രിയേറ്റ് ചെയ്യാം. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. സോ ഒരു യുണീക്ക് സംഭവം ഉണ്ടാവില്ല. അപ്പോൾ മൂന്നാമത്തെ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ബ്ലർ ട്രാൻസിഷൻ. ഈ ബ്ലർ ട്രാൻസിഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ കൈൻമാസ്റ്ററിൽ ലെയർ പോയി കഴിഞ്ഞാൽ അതിനകത്ത് എഫക്ട്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, ബേസിക് എഫക്ട്സ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് മൊസൈക്ക് ബ്ലർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്തിട്ട് ഗോഷ്യൻ ബ്ലർ എന്നൊരു ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ സൂം ചെയ്ത് കറക്റ്റായി കൊടുത്തിട്ട് നിങ്ങൾ ഇൻ ആനിമേഷനോ എവിടെയാണോ കൊടുക്കേണ്ടത്, സോ അവിടെ നിങ്ങൾ ഈ ഫെയ്ഡിന് ആ ഒരു ഭാഗം സംഭവം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബ്ലറായി, പിന്നെ അടുത്തതിൽ ബ്ലർ പോയി അങ്ങനെ കിട്ടുന്നതാണ്. സോ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ നാലാമത്തെ ട്രാൻസിഷൻ എന്ന് പറയുന്നത് സൂം ചെയ്തിട്ടുള്ള ട്രാൻസിഷനാണ്. അപ്പോൾ ഈ സൂം ചെയ്തിട്ടുള്ള ട്രാൻസിഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ ആപ്പ് വഴി ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് നിങ്ങൾ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് എവിടെയാണോ ആ ഫസ്റ്റത്തെ വീഡിയോ എൻഡ് ചെയ്യേണ്ടത്, ആ ഭാഗത്ത് നിങ്ങൾ അന്നേരം തന്നെ നിങ്ങൾ സൂം ചെയ്യുക, ഫുള്ളി സൂം ചെയ്യുക. നിങ്ങൾക്ക് നല്ല സ്മൂത്തായിട്ട് സൂം കിട്ടുന്ന സമയത്ത് രീതിയിൽ നിങ്ങൾ സൂം ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ വീഡിയോ എടുക്കുമ്പോൾ അതേ ആ ഒരു സൂം ലെവൽ, ഇപ്പോൾ ഞാൻ 5x വരെയാണ് സൂം ചെയ്തെങ്കിൽ ആ 5x തൊട്ടിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുക. എന്നിട്ട് മെല്ലെ ആ സൂം കുറച്ചിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ അങ്ങനെ നിങ്ങൾ ആ 2 വീഡിയോ എടുത്തിട്ട് ആ 2 വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഒന്നിച്ചിട്ട് കുറച്ച് നമുക്ക് വേണമെങ്കിലും മോശം ബ്ലറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എഡിറ്റിംഗ് ആപ്പ് അനുസരിച്ച് VNLൊന്നും ഈ ഒരു മോശം ബ്ലറൊന്നുമില്ല. സോ നിങ്ങൾ അങ്ങനെ ആ ഒരു എഡിറ്റിങ്ങിൽ കട്ട് ചെയ്ത് കുറച്ച് നിങ്ങളുടെ വേണ്ട രീതിയിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. സോ നിങ്ങൾക്ക് ഒരു സൂം ട്രാൻസിഷൻ കിട്ടുന്നതാണ്. ആൻഡ് ദി ലാസ്റ്റ് തിങ് എന്ന് പറയുന്നത് നിങ്ങൾ ഏകദേശം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലൊക്കെ കാണുന്നൊരു സംഭവമാണ് മോഷൻ ട്രാൻസിഷൻ. അതായത് നിങ്ങളൊരു ഭാഗത്തേക്ക് ഇങ്ങനെ നീക്കിയിട്ട്, അപ്പോൾ ചില വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടും ഇതുപോലെ ഇങ്ങനെ താഴെ ഇങ്ങനെ നീക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് നീക്കും. എന്നിട്ട് അടുത്തൊരു വീഡിയോ ഇങ്ങനെ കുലുക്കി എടുത്തിട്ട് ആ ഒരു മോഷൻ കൊണ്ടുവന്നു. സോ അങ്ങനെ നിങ്ങൾ മോഷൻ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ട്രാൻസിഷൻ കൊണ്ടുവരാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളൊരു വീഡിയോ സാധാരണ രീതിയിൽ വീഡിയോ എടുക്കുക. അതിൻ്റെ അവസാനം, ആ ഫസ്റ്റ് വീഡിയോൻ്റെ അവസാനം നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അങ്ങ് നീക്കുക. ഒരു മോഷൻ വരുന്ന രീതിയിൽ, ഈ ഒരു സംഭവം വരുന്ന രീതിയിൽ ഇങ്ങനെ എപ്പോഴും നീക്കുക. സോ അങ്ങനെ നീക്കിയാൽ ആ ഒരു മോശം വരും. സോ അങ്ങനെ അവസാനം മോശം വരുന്ന രീതിയിൽ എടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ വീഡിയോയും അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ രണ്ടാമത്തെ വീഡിയോ പെട്ടെന്ന് മോശം വരിച്ചിട്ട് ആ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം ഈ മൈക്കിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഇതാണ് എൻ്റെ മൈക്ക്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പെട്ടെന്ന് ഇവിടുന്ന് ഇങ്ങനെ നീങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു മോശം ബ്ലർ വരും. ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ടായി. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഈ രീതിയിൽ ഇങ്ങനെ ക്ലോസപ്പ് ഷോട്ടൊക്കെ നിങ്ങൾ രണ്ടാമത്തെ വീഡിയോ അങ്ങനെ എടുക്കുക. സോ അങ്ങനെ നിങ്ങൾ എടുക്കുക. ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ടാവും. സോ അങ്ങനെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എഡിറ്റിങ്ങിൽ ചെറിയ കട്ടിങ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് ഇത് കിട്ടുക. സോ ഇത് നല്ലൊരു ടെക്നിക്കാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ വ്ളോഗേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് എടുക്കാം. ഫസ്റ്റ് നിങ്ങൾക്ക് അങ്ങനെ പരിചയപ്പെടുന്നു. ഇപ്പോൾ അതിൻ്റെ അടുത്ത ടേക്ക് എടുക്കുമ്പോൾ അടുത്ത ഒരു ഷോട്ടേക്ക് വരുമ്പോൾ നിങ്ങളങ്ങനെ ഒരു ഭാഗത്തേക്ക് ചിരിച്ചിട്ട് അടുത്ത വീഡിയോയിലേക്ക് വരുമ്പോൾ ഒരു സ്മൂത്ത് ആയിട്ട് ട്രാൻസിഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഞാനൊരു ബിഹൈൻഡ് ദി സീൻ സൈഡിൽ കാണിച്ചു തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ട്രാൻസിഷനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സാധാരണ പറയുന്ന പോലെ. അപ്പോൾ ഇങ്ങനത്തെ നിങ്ങൾക്ക് ട്രാൻസിഷൻസ് ഇനി അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ട്രാൻസിഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് റിലേറ്റഡ് വീഡിയോസ് ഇനിയും കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.